ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് റംസാനിലൊക്കെ കുറച്ചും കൂടെ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് കേട്ടോ ഞാനിവിടെ ഷെയർ ചെയ്യുന്ന ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. എല്ലാവരും ചെയ്യുന്നുണ്ടാവും. റംസാനിൽ മാത്രമല്ല, നമ്മൾ അല്ലാതെയും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. റംസാൻ ആകുമ്പോൾ, നോമ്പൊക്കെ ആകുമ്പോൾ നമ്മൾ ഒന്നും കൂടെ ഇതിനു വേണ്ടി ഒരുങ്ങി ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വയ്യാതിരിക്കുന്ന സമയത്തോ ഒക്കെ നമുക്ക് യൂസ്ഫുള്ളാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ. അപ്പം നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. അപ്പം ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് കാസർഗോഡ് മാത്രം ചെയ്യാറുള്ളൊരു സംഭവമാണ് മുളക് വറുത്തരച്ച് വെക്കൽ. വറുത്തിട്ടും വറക്കാതെയും ഒക്കെ അരച്ച് വെക്കലുണ്ട്. പണ്ടേ ചെയ്യാറുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ പലരും കുറവാണ്. പക്ഷേ കാസർഗോഡ് എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ ഉമ്മയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നൊരു ചിക്കൻ കറി ഉണ്ട്. അതിനൊക്കെ മുളക് വറുത്തരച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കലാണ് കേട്ടോ ആ ഒരു കറി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളക് അരച്ച് വെക്കലുണ്ട്. ഇപ്രാവശ്യം ഞാൻ അരച്ച് വെക്കുമ്പോൾ വേറൊരു ടിപ്പും കൂടെ യൂസ് ചെയ്തിട്ടാണ് അരച്ച് വെക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 150 ഗ്രാം വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. കഴുകി ഉണക്കിയെടുത്തിട്ടുള്ള വറ്റൽമുളകാണ്. അല്ലാന്നുണ്ടെങ്കിൽ വറുത്തെടുത്ത ശേഷം കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഏകദേശം 2-3 പ്രാവശ്യമായിട്ടാണ് വറുത്തെടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ ആദ്യം മുളക് കറി ഉണ്ടാക്കിയിട്ട് പിന്നെ മുളക് ചാറുണ്ടാക്കി എടുത്തിട്ട് അതിൽ നിന്നും കുറച്ച് ചാറ് മാത്രം എടുത്തിട്ടാണ് തേങ്ങ വറുത്തരച്ച് പിന്നെ വേറെ കറി ഉണ്ടാക്കിയെടുക്കുന്ന നല്ല ടേസ്റ്റാണ്. കാസർഗോഡുള്ളവർക്കറിയാം, പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു കറിയും പത്തിരിയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും നമുക്ക് ആവശ്യത്തിന് പിന്നെ ഇങ്ങനെ അരച്ച് വെച്ചാൽ കുറച്ചും കൂടെ യൂസ്ഫുൾ ആകാറുണ്ട് പെട്ടെന്നൊക്കെ കറി ഉണ്ടാക്കിയെടുക്കുമ്പോൾ. പിന്നെ ഈ പറഞ്ഞ പോലെ പല രീതിയിലും കറി ഉണ്ടാക്കിയെടുക്കലുണ്ട്. ഇപ്പോൾ ഈ ആദ്യത്തെ സ്റ്റെപ്പ് വറുത്തെടുത്ത് ഇതുപോലെ ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം, വലിയ പാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് 1-2 പ്രാവശ്യം വറുത്തെടുത്താൽ മതി. അപ്പം ഞാനിപ്പോൾ ഒരു 2-3 പ്രാവശ്യമായിട്ടാണ് ഇതുപോലെ ഇങ്ങനെ വറുത്തെടുക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ മല്ലിയും വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലി ഏകദേശം ഒരു കപ്പൊക്കെ എടുക്കുക കേട്ടോ. 70-75 ഗ്രാമിൻ്റെ അടുത്തൊക്കെ മല്ലി എടുക്കുന്നുണ്ട്. ഈ ഒരളവിൽ ഏകദേശം 1 കപ്പ് നിറച്ചെണ്ണ എടുക്കാം. എന്നിട്ട് മല്ലിയും കൂടെ ഇതുപോലെ തന്നെ വറുത്തെടുത്താൽ മതി. ഒരു പ്രാവശ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 25 വറ്റൽമുളകൊക്കെ മതിയാകും. അതുപോലെ ഒരു 1/4 കപ്പ് മല്ലിയും അത്രയും മതിയാവും കേട്ടോ. ഒരു പ്രാവശ്യം ഒരു കറിക്ക്, സാധാ ഒരു 4-5 പേർക്കൊക്കെ കഴിക്കാനുള്ള ഒരു കറിക്ക് അത്ര മതിയാകും. അത് ചെയ്തതിൻ്റെ ലിങ്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കറിയൊന്നും കാണിക്കാത്തതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരുപാടുണ്ടാകൊണ്ട് ഗ്രൈൻഡറിൽ തന്നെ അരച്ചെടുക്കുന്നുണ്ട്. ഗ്രൈൻഡറിൽ അരച്ചെടുക്കുമ്പോഴാണ് നമുക്ക് നല്ല മഷി പോലെ അരിഞ്ഞ് കിട്ടുന്നത്. പിന്നെ മിക്സിയിലും അരച്ചെടുക്കലുണ്ട്, നല്ല മഷി പോലെ അരിഞ്ഞ് കിട്ടാറുണ്ട്. കുറച്ചൊക്കെ ആണെങ്കിൽ മിക്സിയിൽ തന്നെ ഇട്ടിട്ട് അരച്ചെടുക്കാറുണ്ട്. സാധാ ഒരു കറിക്കൊക്കെ വേണ്ടിയിട്ട് മിക്സിയിലാണ് കേട്ടോ അരച്ചെടുക്കാറുള്ളത്. കുറേ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ഗ്രൈൻഡറിലൊക്കെ അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു ടിപ്പ്, ഒരു പാത്രം ചൂടാകുമ്പോൾ എണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ടൊരു 7 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, കട്ട് ചെയ്തത്. നല്ല മീഡിയം സൈസിലുള്ള സവാളയാണ്. നല്ലോണം ചെറുതാണെങ്കിൽ 8 എടുക്കാം. പിന്നെ കറിവേപ്പില ഒരു 3 അല്ലെങ്കിൽ ഒരു 4-5 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലോട്ട് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ഒരു 6 എണ്ണം, നല്ല വലിയ 6 തക്കാളിയാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് തക്കാളിയും കൂടെ ഇതിപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുക. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളോ ക്രഷ് ചെയ്തതോ ഒന്നും വേണ്ട ഇതിലോട്ട്. പച്ചമുളകൊന്നും വേണ്ട. പിന്നെ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 6 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി ഇതും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. അല്ലാതെ അങ്ങനെ വഴന്ന് പേസ്റ്റ് പരുവത്തിൽ അങ്ങനെയൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. അപ്പോൾ ഈ ഒരു വറുത്തരച്ച മുളക് കറി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇങ്ങനെ വഴന്ന് വന്ന ശേഷം പിന്നെ ഇതിലോട്ട് നമ്മൾ ചിക്കനോ അല്ലെങ്കിൽ മട്ടനോ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു ചിക്കനോ മട്ടനോ അതും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് പിന്നെ നമ്മൾ മുളകരച്ചത് ചേർത്ത് കൊടുക്കും. ഇപ്പോൾ ഇതിലോട്ട് ചിക്കനോ മട്ടനോ ഒന്നും ഞാൻ ഇതിലോട്ട് ചേർക്കുന്നില്ല. തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ മുളകരച്ച ഈ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതുപോലെ തന്നെ മുളക് അരച്ച് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അരച്ചെടുത്ത ഈ ഒരു മുളകുണ്ടല്ലോ, ഇതന്നെ നമ്മൾ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂണ് ഓയിലും സൺഫ്ലവർ ഓയിലും 2 ടീസ്പൂണ് പാകത്തിനുള്ള ഒരിച്ചിരി ഉപ്പും കൂടെ പിന്നീട് നമുക്ക് കറിയിലോട്ട് പിന്നെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് ഇനി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല തിക്കായിട്ടല്ലേ നമ്മൾ അരച്ചെടുത്തത്. അപ്പോൾ വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മുളക് അരച്ചത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ മുളക് അരച്ചത് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുമ്പോൾ നല്ല തിക്കായിട്ടാണ് മുളക് അരച്ചിട്ട് വെള്ളമൊന്നും ചേർക്കാതെ തിക്ക് മുളക് അരച്ചതാണ് സ്റ്റോർ ചെയ്യാറുള്ളത്. ഉപ്പും പിന്നെ 2 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട്. ഇതിപ്പോൾ ഞാൻ വേറൊരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുത്തത്. ഇനി ഇത് ഒന്ന് തിളക്കണം, നന്നായിട്ട് തിളക്കണം. പിന്നെ ഒരു ഇച്ചിരി ഇഞ്ചി മാത്രം ക്രഷ് ചെയ്തത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി മതിയാവും കേട്ടോ. ഒരുപാട് ഇഞ്ചി വേണ്ട. ഇഞ്ചി വെളുത്തുള്ളിയൊന്നും അങ്ങനെ ഒരുപാട് ചേർത്ത് കൊടുക്കലില്ല. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് തിളക്കട്ടെ. നന്നായി തിളക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് ഇച്ചിരി കുറക്കാം കേട്ടോ. എന്നിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കും. കുറച്ചും കൂടെ തിക്കായിട്ടാണ് ഉള്ളത്. ഇതിപ്പോൾ ഒരുപാട് ലൂസൊന്നുമില്ല. അപ്പോൾ തിളക്കുമ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ലോ ഫ്ലെയിമിലോട്ടാക്കിയിട്ട് കുറച്ച് നേരം ഒരു മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴൊന്നും ഇങ്ങനെയുള്ള ഈ ഒരു മുളക് ചാറ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് ചിക്കൻ കറി അല്ലെങ്കിൽ മട്ടൻ കറി അല്ലെങ്കിൽ ബീഫ് കറി, ആ കറിക്ക് മാത്രമാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുന്ന. മുളക് അരച്ച് മാത്രം വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം. ഞാൻ മുമ്പൊക്കെ മുളക് അരച്ചാണ് വെക്കാറുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്താ പറയാൻ വന്നത്, നമ്മൾ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ മീൻ ഫ്രൈ അങ്ങനത്തെ കാര്യത്തിനൊക്കെ വറുക്കാത്ത മുളക് അരച്ച് വെക്കലുണ്ട്. മുളക് നമ്മൾ വറുക്കാത്തയാണ് അരച്ച് വെക്കൽ. ഇങ്ങനത്തെ ചിക്കൻ മട്ടൻ ഇങ്ങനത്തെ കറിക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കറിക്ക് വേണ്ടിയിട്ടും ഒക്കെ വറുത്താണ് അരച്ച് വെക്കുന്നത്. അപ്പോൾ 2 രീതിയിലും അരച്ച് വെക്കാറുണ്ട്. ഇതിപ്പോൾ അത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടെയ്നറിൽ ഇട്ട് വെക്കുന്നത്. നമ്മൾ കണ്ടെയ്നറിൽ ഇട്ട് വെക്കുമ്പോൾ ഇപ്പോൾ ഞാൻ 3 കണ്ടെയ്നറിലായിട്ടാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇതിലോട്ട് സവാളയും തക്കാളിയും ഒക്കെ ഇതിലുണ്ടല്ലോ. അപ്പോൾ എല്ലാ ഇതിലും ഒരേപോലെ കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചാറും കുറച്ച് സവാളയും തക്കാളിയും ഒക്കെ വരുന്ന രീതിയിൽ തന്നെ ഇങ്ങനെ ഇട്ട് വെക്കാട്ടോ. അല്ലാതെ ഒന്നിൽ കൂടുതൽ ചാറും ഒന്നിൽ തക്കാളി സവാള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയല്ല, എല്ലാം ഈക്വലായിട്ട് തന്നെ ഇട്ട് വെക്കുക. ഞാനിപ്പോൾ 3 കണ്ടെയ്നറിലായിട്ട് വെക്കുന്നുണ്ട്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഒരു കണ്ടെയ്നറിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. എടുക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് എടുക്കാനാണ് ഇതുപോലെ ഇങ്ങനെ വെക്കുന്നത്. ഇനി നമുക്കിത് കറി ഉണ്ടാക്കിയെടുക്കാൻ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഇതിൽ നിന്നും കുറച്ച് ഇതുപോലെ ചാറ് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പാകത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത് തിക്കല്ലേ, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തിളക്കുമ്പോൾ ചിക്കനോ മട്ടനോ എന്താണെന്ന് വെച്ചാൽ ചേർത്തിട്ട് വേവിച്ചെടുത്താൽ മാത്രം മതി. പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു കറി ഞാൻ ഇനി ഒരിക്കലും ഷെയർ ചെയ്യാം. ഇനി നമ്മളിത് ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് എപ്പോഴെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. എന്ത് കറിയും അതിലുണ്ടാക്കിയെടുക്കാം കേട്ടോ. ആ ഒരു കൂട്ടിൽ മുട്ട വേണമെങ്കിലും മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ മുട്ട വറവ് കറി ഉണ്ടാക്കിയെടുക്കാം. ചിക്കനും മട്ടനും എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതാ തേങ്ങ ചിരകി ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് നമ്മൾ ആദ്യം ഫ്രീസറിൽ വെക്കാം കേട്ടോ. തേങ്ങ സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാനുള്ളൊരു ടിപ്പാണ്. ആദ്യം നമ്മൾ 1 മണിക്കൂർ ഇതുപോലെ പ്ലേറ്റിൽ നിരത്തിയിട്ട് ഫ്രീസറിൽ വെക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ച് കട്ടിയായിട്ടുണ്ടാവും. ഇതിപ്പോൾ കുറച്ചൊന്ന് കട്ടിയായിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു സിപ്പ് ലോക്ക് ബാഗിൽ ആക്കി വെക്കാം. ഇങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ദിവസം കഴിഞ്ഞെടുത്താലും തേങ്ങ നല്ല സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചല്ലേ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതുപോലെ തേങ്ങ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആവുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുക്കുമ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ കട്ട പിടിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് പുറത്തൊക്കെ വെക്കണം. ഇതാവുമ്പോൾ ആ ഒരു പണിയൊന്നുമില്ല. ഇങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ. തേങ്ങ ഇങ്ങനെ ചിരകി ഫ്രീസറിൽ വെച്ചാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ തേങ്ങയും ചിരകിയിട്ട് പിന്നെ നമ്മൾ കാസർഗോഡ് പൊതുവേ തേങ്ങ കൂടുതലാണ്. എല്ലായിടത്തും തേങ്ങ ഇല്ലാതെയും അല്ലാതെ എങ്ങനെ വേണേലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ നമ്മളെ നാടൻ കറിക്കൊക്കെ തേങ്ങ തന്നെ വേണം. മീൻ കറിക്കാണെങ്കിലും ചിക്കനും മട്ടനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഫ്രീസറിൽ വെച്ച തേങ്ങയാണ് കേട്ടോ ഇത്. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ നമ്മൾ കൈവച്ച് ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും നല്ല ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ നല്ല ഈസി ആയിട്ട് കിട്ടുന്നുണ്ട് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ. ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കൂട്ടോ, നല്ല ഈസിയാണ് സംഭവം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫ്രീസറിൽ വെച്ചിട്ടുള്ള തേങ്ങയാണിത്. നമ്മൾ പെട്ടെന്ന് എടുത്ത ഉടനെ തന്നെ നമുക്ക് ഇതിൽ നിന്നും ഇത് നമുക്ക് തേങ്ങ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ എങ്ങനെയാണോ തേങ്ങ വെച്ച ആ ഒരു രീതിയിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ
ഇങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈസിയല്ല ഇങ്ങനെയാവുമ്പോൾ. നമ്മൾ പിന്നെ കുറേ നേരം അത് വെയിറ്റ് ചെയ്യാനോ അങ്ങനെ കത്തി വെച്ച് ഇളക്കിയെടുക്കാനോ ഒന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ തേങ്ങ യൂസ് ചെയ്യാട്ട്. ഇങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. പ്ലേറ്റിൽ ആദ്യം നിരത്തി വെച്ചിട്ട് അതെന്താണെങ്കിലും അതിപ്പോൾ ഞാൻ ഫ്രോസൺ സ്നാക്കൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് ആ ഒരു രീതിയിൽ തന്നെ. പിന്നെ സ്നാക്കിനൊക്കെ നമുക്ക് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മയോനൈസൊക്കെ നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യം ഉള്ള സമയത്ത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കലാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു മയോനൈസ് ഉണ്ടല്ലോ, നമുക്ക് സാധാ മയോനൈസ് മുട്ട വെച്ചുണ്ടാക്കുന്ന മയോനൈസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു മയോനൈസ് നമുക്ക് 1 മാസം വരെ നമുക്ക് സ്റ്റോർ ചെയ്യാം കേട്ടോ. ഫ്രീസറിലൊന്നുമല്ല, ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ നമുക്ക് 1 മാസം വരെ ഇത് സ്റ്റോർ ചെയ്യാം. നല്ല ടേസ്റ്റും ഉണ്ടാവും. മുട്ടയൊന്നും ചേർക്കാതെ മയോനൈസാണ്, മുട്ട പൊട്ടറ്റോ ഒന്നും ഇല്ല കേട്ടോ. എന്നാലും നല്ല അടിപൊളിയാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഇതാ ഗരം മസാല പൗഡർ, ഇങ്ങനത്തെ മസാലപ്പൊടികളൊക്കെ നമുക്ക് കുറേ മുന്നേ ഉണ്ടാക്കി വെക്കാം. ഇതൊക്കെ നമ്മൾ റംസാനിൽ മാത്രമല്ല എപ്പോഴും ആവശ്യത്തിന് ചെയ്യുന്നത് തന്നെയാണ് അധികം എല്ലാവരും. അപ്പോൾ ഗരം മസാല പൗഡർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കി പൊടിക്കുന്ന ഗരം മസാല പൗഡർ ഉണ്ടല്ലോ, 1/2 ടീസ്പൂൺ ചേർക്കുന്നതിന് പകരം 1/4 ടീസ്പൂൺ ചേർത്താൽ തന്നെ നല്ല മണവും ഗുണവും എന്താ പറയുക, നല്ല മണം ഉണ്ടാവാറുണ്ട്. കുറച്ച് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ തന്നെ പറഞ്ഞൊരു സ്മെല്ലാണ് ഇപ്പം തന്നെ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ഡീറ്റെയിൽ ആയിട്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങനത്തെ ഗരം മസാല പൗഡർ അല്ലെങ്കിൽ ബിരിയാണി മസാല പൗഡറൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. സാധാ നമ്മൾ ചെയ്യുന്ന തലശ്ശേരി ദം ബിരിയാണിക്കൊക്കെ ഈ ഒരു ഗരം മസാല പൗഡർ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ കുരുമുളക് നമ്മൾ പൊടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ കുരുമുളകാണ്. എൻ്റെ തറവാട്ടിൽ ഒക്കെ കൊണ്ടുവന്ന കുരുമുളകാണ്. അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിന് ഇങ്ങനെ കയ്യിലുണ്ടായ സമയത്ത്. അപ്പോൾ നമ്മൾ ഇതും അതുപോലെ തന്നെയാണ്, നല്ല എരിവാണ്. കടയിൽ വാങ്ങുന്ന കുരുമുളക് ചേർക്കുന്ന പോലെ ഒന്നും ഇത് ചേർക്കാൻ പറ്റില്ല. അതിനേക്കാളും കുറവായിട്ട് ഒരു നുള്ളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. നല്ല എരിവും മണവും ഒക്കെ ഉണ്ട് ഈ ഒരു കുരുമുളക് പൊടി. അപ്പോൾ ഇതൊക്കെ നമുക്ക് എപ്പോഴും ചെയ്യാം. നോമ്പിന് മുന്നേയും ചെയ്ത് വെക്കാം. എപ്പോൾ വേണമെങ്കിലും ഇത് കുറേ നാൾ സ്റ്റോർ ചെയ്യാമല്ലോ ഇങ്ങനെ വെച്ചാൽ. നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇത് ഫ്രിഡ്ജിലൊന്നുമല്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് റംസാനിൽ ടൊമാറ്റോ കെച്ചപ്പ് അല്ലേ. ഇത് ഞാൻ കുറച്ച് മുന്നേ ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു ടൊമാറ്റോ സോസ് വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഞാനിത് ചെയ്തതിൻ്റെ ലിങ്ക് കൊടുക്കാം. കുറഞ്ഞ അളവിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കൂടുതൽ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസൊക്കെ കൂടുതലൊക്കെ എടുത്തിട്ടൊക്കെ ചെയ്ത് വെക്കാം. ഈസി ആയിട്ട് നമുക്ക് തക്കാളി സോസൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എളുപ്പമാണ്, അധികം പണിയൊന്നുമില്ല ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നെ റംസാനിൽ എല്ലാവർക്കും വേണ്ടത് സ്നാക്കാണ് അല്ലേ. അപ്പോൾ സ്നാക്ക് നമ്മൾ ഫ്രോസൺ ചെയ്ത് വെക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ എല്ലാ വർഷവും ചെയ്യാറുണ്ട്. സമൂസയാണെങ്കിലും കട്ട്ലറ്റ് ആണെങ്കിലും ഒക്കെ അത് ഉണ്ടാക്കുന്നതും 100ഓളം കട്ട്ലറ്റും 100ഓളം സമൂസയും ഉണ്ടാക്കുന്നതും അത് ഫ്രീസ് ചെയ്ത് വെക്കുന്നതും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിന്. ഇത് മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ. ഇപ്രാവശ്യം ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. നോക്കട്ടെ, എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട് കുറച്ചെങ്കിലും. അപ്പോൾ നമുക്കിങ്ങനെ ഫ്രോസൺ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് ആ ഒരു സമയമാകുമ്പോൾ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. 1 മാസം വരെ വെക്കാം. ഒന്നും ആവുന്നില്ല കേട്ടോ, കേടൊന്നും ആവുന്നൊന്നുമില്ല. പിന്നെ നമ്മളിത് വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ആദ്യം പ്ലേറ്റിലൊന്ന് നിരത്തി വെക്കുക. നമ്മൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ച ശേഷം പ്ലേറ്റിൽ ആദ്യം നിരത്തി വെച്ചിട്ട് 1 മണിക്കൂറോളം ഫ്രീസറിൽ വെക്കാം. 1 മണിക്കൂറോളം ഒരു പ്ലേറ്റിൽ ഫ്രീസറിൽ വെച്ച ശേഷം പിന്നെ നമ്മളതെടുത്തിട്ട് ഇതുപോലെ സിപ്പ് ലോക്ക് ബാഗിൽ വെച്ചാൽ നമുക്ക് പിന്നെ എടുക്കുന്ന സമയത്ത് അത് ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഉണ്ടാവുന്നില്ല. നല്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഓരോന്നും പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും കേട്ടോ. നമ്മളിപ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന ഇതൊക്കെ ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് എന്താണെങ്കിലും നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ആദ്യം ഇതിപ്പോൾ ഞാൻ 1 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചതാണ്. അപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ വരെ വെക്കാം ഇതുപോലെ ഇങ്ങനെ പ്ലേറ്റിൽ നിരത്തിയിട്ട്. അപ്പോൾ ഇതുപോലെ നല്ല കട്ടിയായിട്ടുണ്ടാവും. ഇനി നമുക്ക് സിപ്പ് ലോക്ക് ബാഗിൽ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ടൊക്കെ ഇങ്ങനെ നിറച്ചിട്ട് വെക്കാം. പിന്നീട് നമ്മൾ 2 ആഴ്ച 3 ആഴ്ച ഒക്കെ കഴിഞ്ഞെടുത്താലും അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഈസിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം ഒട്ടിപ്പിടിച്ച് പിന്നെ നമുക്കത് എടുക്കുമ്പോൾ ചിലതിങ്ങനെ പൊട്ടിപ്പോവും, അങ്ങനെയൊക്കെ വരാറുണ്ട്. ഇതാവുമ്പോൾ ആ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടൊക്കെ ഉണ്ട് അതിന് മുമ്പ്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടൊക്കെ. അപ്പോൾ ഇതുപോലൊക്കെ വെച്ചാൽ മതി. പിന്നെ നമുക്ക് ഈസിയാണ്. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്ന ചിക്കൻ വെച്ചിട്ടുള്ള സ്നാക്കും കട്ട്ലറ്റ് സമൂസ, അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ ഞങ്ങൾ മെയിനായിട്ട് ചെയ്യാറുള്ളത്
എപ്പോഴും ചെയ്യാറുള്ളതാണ്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്ത് വെക്കലാണ്. വെളുത്തുള്ളി ക്രഷ് എടുത്ത് വെക്കും. അതുപോലെ ഇഞ്ചിയും നമ്മൾ നല്ലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇതേപോലെ തന്നെ ഇഞ്ചിയും നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് പിന്നെ കുറേ നേരം അതിൻ്റെ തൊലി കളയാനോ അത് ഇതാക്കിയെടുക്കാനോ ചതച്ചെടുക്കാനോ ഉള്ള സമയമൊക്കെ നമുക്ക് ലാഭിക്കാട്ട് ഇങ്ങനെ വെച്ചാൽ. പിന്നെ മെയിനായിട്ട് ചേരുള്ള പത്തിരി പൊടിയാണ് കാസർഗോഡ്. പത്തിരി പൊടിയൊക്കെ ഞാൻ അങ്ങനെ പൊടിപ്പിക്കലില്ല. എൻ്റെ തറവാട്ടിലെ ഉമ്മയാണ് ഇങ്ങനെ പൊടിപ്പിക്കൽ, പത്തിരി പൊടി ഉണ്ടാക്കിയെടുക്കലും മില്ലിലൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ നമ്മൾ അരച്ചുണ്ടാക്കുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പത്തിരിപ്പൊടി വെച്ചുണ്ടാക്കുമ്പോൾ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം ഈക്വലായിട്ട് എടുക്കും. 3 അരി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. 3 അരിയും ഈക്വലായിട്ട് എടുത്തിട്ടാണ് പൊടിപ്പിക്കൽ കേട്ടോ. കഴുകി ഉണക്കിയിട്ട് പൊടിപ്പിക്കൽ. ഇപ്പോൾ റേഷൻ പുഴുക്കലരി, അതുപോലെ സാദാ മട്ട റൈസ്, സാദാ പുഴുക്കലരി, പച്ചരി 3ഉം ഈക്വലായിട്ട് ക്വാണ്ടിറ്റി എടുത്തിട്ടാണ് പൊടിപ്പിച്ചെടുക്കൽ. അപ്പോൾ നല്ല പത്തിരി കിട്ടുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അതാ പത്തിരി ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അരച്ചെടുക്കുന്ന പണിയൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാറുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് സമയമൊക്കെ ലാഭിക്കാം. റംസാനിൽ ഒരുപാട് അടുക്കളയിൽ തന്നെ നമ്മൾ കഴിയാതെ നമുക്ക് കുറേ സമയം ലാഭിക്കാം കേട്ടോ. അതുപോലെ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലൊക്കെ ഈസി ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്